അല്ല ഇപ്പൊ ഈ കണക്കൊക്കെ എഴുതിട്ട് ആ കുഞ്ഞിട്ടിയൊക്കെ എവിടെ ആ ചങ്ങായി കണക്കാനെ എന്റെ ആളല്ലേ അയാളെ വരുമ്പോൾ കൊണ്ടുവരണ്ടേ അല്ല നമുക്ക് ശരിക്കിപ്പോ എല്ലാ ഇതിന്ന് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗം 1-ാം ബൂത്ത് അവിടെ 135 വോട്ടാ കിട്ടിയുള്ളാകെ. തെക്ക് ഭാഗം 2-ാം ബൂത്ത് 2-ാം ബൂത്തിൽ 155 വോട്ട്. പിന്നെ നമ്മളാ മാർക്കറ്റിന്റെ ഭാഗല്ലേ ആ ഏരിയയില് നമുക്ക് ആകെ 63 വോട്ടാ കിട്ടിയുള്ളൂ. മനസ്സിലായോ? നിങ്ങളെ ഏരിയയാണ് നിങ്ങൾ 135 വോട്ടാ അവിടെ കിട്ടിയിരിക്കുന്നത്. അവിടെ ഒരു 240 വോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മള് ജയിച്ച ഭാഗത്ത്. ഇനിയിപ്പോ നീ ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാരും ഇപ്പൊ നമ്മളെ കൂടെ തന്നെ അതെ കുഞ്ഞുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതേപ്പോ ഞാനാ ചെക്കന്മാരെ അനൗൺസിന്റെ വണ്ടിയുടെ പൈസ കൊടുത്തില്ല. ആ മറ്റേ ഹോട്ടലിലത്തെ പൈസ സിദ്ധിക്കാതെ അവിടെ എത്ര 7000 ചില്ലാൻ മന്തിയല്ലേ കഴിച്ചിരുന്നേ മന്തി. അത് പിന്നെ നിലയ്ക്ക് വന്നാ പിന്നെ ആരാ നിലയ്ക്ക് അത് ശരി. അത് ഞാൻ പറഞ്ഞു ഞാൻ തോറ്റ വല്ലാണ്ട് പൈസ ചെലവാക്കിയാൽ അപ്പത്തന്നെ പറഞ്ഞാട്ടോ. നോക്കിട്ട് നമ്മള് പൈസ അത്രയും ചെലവാക്കിയത്. നിങ്ങളാ ബഷീറിന്റെ ഏട്ടണ്ടല്ലോ മറ്റേ നാസറ വെറും മിനറൽ വാട്ടർ കുടിച്ചിരുന്ന കേട്ടാ. അതിനിടെ കൂടി മിനറൽ വാട്ടർ പിന്നെ എന്നോട് ഞാൻ ചോദിക്കട്ടെ ജീപ്പേരുടെ പൈസ ഞാൻ കൊടുക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞാണ് നമ്മുടെ 4 വാർഡും കൂടി ഒറ്റ വണ്ടി മതി. അപ്പൊ ഇയാളെ അതിനെ ആകെ കച്ചറുണ്ടാക്കിയത്. ഇയാൾ പറഞ്ഞു 2 വണ്ടി വേണം 2 വണ്ടി വേണം. അതെ കൊട്ടിക്കലാശത്തിന് വിളിച്ച എന്റെ വണ്ടിയുടെ ഇതും ആ കുട്ടിന്റെ ടീമിന്റെ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എന്റെ തലയിൽ ഇടണം. അത് 6550. 6500 ചില്ലറന്നല്ല അവര് വാങ്ങണത്. ഈ അവർക്ക് കിട്ടുന്ന അവസരം അവര് മുതലാക്കൂലേ? സൗണ്ടുകാരന്റെ പൈസ 3000 ചില്ലാണ്ട് 3500 കൊടുക്കാൻ പറഞ്ഞിട്ട് ജിഷാറിന്റെ. പൂരത്തിനിടയ്ക്ക് മറ്റേ കച്ചവടക്കാരല്ലേ അവരെ പോലത്തെ ആൾക്കാരാണ് ഈ സമയത്തൊക്കെ മുതലാക്കണത്. അനൗൺസ്മെന്റുകാർക്കോ മറ്റന്നാഞ്ഞിപ്പോ സത്യപ്രതിജ്ഞയാണ്. നമ്മൾ തോറ്റ നമുക്കിടെ വല്ലാണ്ട് സ്കോപ്പ് ഒന്നും ഇല്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ കരുത്തത് കാണിക്കണം. നമുക്കൊരു എത്ര മൊത്തം എത്ര വാർഡ് മൊത്തം ഉള്ളത്? നമുക്ക് 21 വാർഡ്. 21 വാർഡിലെ നമുക്ക് 8 സീറ്റുള്ളൂ. 8 സീറ്റ്. അതാ അങ്ങാടിന്റെ ഭാഗം പോയല്ലേ. അത് ഇപ്പോൾ ഭയങ്കര ഓഫർ പറഞ്ഞ സ്ഥലമാണ്. സെപ്പിയ പറയുന്നോ ഒരു വലിയൊരു ഇത് പറഞ്ഞ സ്ഥലമാണ് ആ സ്ഥലം. അങ്ങനെ വിജയിക്കും ഇങ്ങനെ വിജയിക്കും ചെക്കന്മാരാണ് നമ്മുടെ കൂടെ നിൽക്കും. ഒന്നാമത് മറ്റൊരു സ്ഥാനാർത്ഥി കൊടുക്കണതേ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു. നമ്മളെ സ്ഥാനാർത്ഥി ഇങ്ങനെ പിന്നെ ഇത് എല്ലാവർക്കും ഇങ്ങനെ വന്ന് ഇങ്ങനെ വേണമായിരുന്നു. അതിപ്പോ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ നടക്കുന്നവർ ചതിക്കുന്നേ. കാര്യം ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോ നിങ്ങൾക്ക് വേറെ മറുത്ത അഭിപ്രായം ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നാ പോലും പറയാണ് നമുക്കവിടെ ഒരു എന്താണ് ഇപ്പൊ നമ്മള് ഭരണമില്ല. ബോർഡ് കൊല്ലം ഒരു ഭരിക്കും. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മളൊരു പേഴ്സൺ ചർച്ച വെച്ചിരിക്കുകയാണ്. കക്ഷി നേതാവ് എന്ന സ്ഥിതിക്ക് അത് പിന്നെ മനസ്സിൽ ഞാൻ ഒരാളെ കാണുന്നുണ്ട്. അതാരാ എന്റെ മനസ്സിൽ ഞാൻ കണ്ട് അത് ഇന്നെ തന്നെ ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അത് പള്ളി പോയി പറഞ്ഞാൽ മതി. അല്ല ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ രാഷ്ട്രീയത്തിലാണല്ലേ. നിങ്ങൾ കുറെ കാലമല്ലേ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ആണോ? പുള്ളിക്ക് അതെങ്ങനെ ശരിയാവണത്? ഇവിടെ ശരിയും തെറ്റൊന്നുമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മളൊരു വനിതാ സംവരണം എന്നുള്ള നിലക്ക് അതന്നെ അങ്ങനെ പോവാം. 50% വനിതകൾക്കല്ലേ നിങ്ങളെ തന്നെ താങ്ങാൻ നിൽക്കണേ. അതൊന്നും അറിയണ്ട. അതെ നിങ്ങളതൊന്നും പറയണ്ട. നിങ്ങളെ കൊറേ ഇതിന്റെ ഉള്ളിൽ നടക്കില്ല. സമ്മതിക്കൂല. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഒരു ജനകീയ മുഖം വേണോ? അപ്പൊ സഫിയ തന്നെ ഞാൻ എത്ര വർഷം നിങ്ങൾക്ക് മുഖം ഉണ്ടെന്നുള്ള പക്ഷെ ജനകീയല്ല. വേഷം കെടുക്കാൻ കാരണല്ലേ ആരില്ലാത്തപ്പോ വനിതാ സമ്മേളനം വന്നപ്പോ നിർത്തിയാൽ കാരണല്ലേ.
അതെ അതൊന്നല്ല, ഞാൻ നടന്നോളാം. അല്ല മൂപ്പർക്ക് തന്നെ എന്നും പ്രതിപക്ഷ നേതാവും അല്ല, ഇത് ഇയാൾ തന്നെയാണേ ഇത്രയും കൊല്ലായിട്ട് അത് കഴിഞ്ഞിട്ട് മതിയായിട്ടില്ല തോന്നുന്നു. ആദ്യം നിങ്ങളെ വാർഡിലൊക്കെ എത്ര വോട്ടുണ്ട് ഒക്കെ കുറഞ്ഞു വന്നേക്കാ. ഒരു വോട്ടിനല്ലെങ്കിൽ തെറ്റാണോ? ഒരു വോട്ടും ജയിച്ചില്ലേ? ഇത് രണ്ടാം സ്ഥാനം സെക്കൻഡ് പ്രൈസ് ഒന്നും ഇല്ലത്. ഓട്ട മത്സരമല്ല, ഒരു സ്ഥാനത്തിനും ജയിക്കും. പറഞ്ഞാൽ നിങ്ങളെ ജനകീയനാണെന്നുള്ള വർത്താനം വിട്ടാളേ. അത് എല്ലാരും കൈയൊഞ്ഞിക്കണം, എല്ലാരും കൈയൊഞ്ഞിക്കണം. ഇന്ന മാത്രം ജയിച്ചില്ലേ? പൊന്നാര കുഞ്ഞുട്ടിക്കാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ തോക്കണെന്നുള്ളപ്പോ മനസ്സിലായ നിങ്ങൾക്ക് എന്താ പ്രശ്നം തന്നെ ഈ തമ്മി തല്ലുണ്ടല്ലോ, ഇത് തന്നെയാണ് അതിന്റെ അതെ. ഇനി തമ്മി തല്ലും ഇതൊന്നും വേണ്ട, ഞാൻ തന്നെ ആവാം. ഒറ്റക്ക് തീരുമാനിക്കാനടി. ബാബുവിനെ സപ്പോർട്ട് ചെയ്തില്ലേ? സപ്പോർട്ട് ചെയ്തില്ലേ? സജിയുടെ സപ്പോർട്ട് ഞാൻ അവളെ കൊണ്ട് കൂടും, ബോർഡിന് കൂടെ നിൽക്കും. ഞാൻ പറഞ്ഞുതരാം, ഞാൻ സ്വന്തമായിട്ട് മത്സരിച്ച ആളാണ്. മത്സരിച്ചു പറ്റില്ല. കണ്ട കാലം ഇയാളെല്ലാം തന്നിരുന്നേ. അത് നിക്കട്ടെ. ജയിച്ചാലും നിങ്ങൾ തോറ്റാലും നിങ്ങൾ തന്നെ, അത് നടക്കൂല. കൗണ്ടർ നിൽക്കാൻ ആർക്കാ പറ്റുക? ഞങ്ങളെ വെക്കിട്ടാ മാത്രമേ അല്ലാണ്ട് ഞാൻ വർത്തമാനം പറഞ്ഞ ഇത്രയും കൊണ്ട് പിടിച്ചിരുന്നത്. അതന്നെ മൂപ്പർക്ക് തന്നെ എല്ലോ ആണോ? എല്ലോ ഒന്നും നിങ്ങൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ന വൈക്ക് വിളിക്കും വേണ്ട. ഞാൻ ഒറ്റ കൊണ്ട് ഞാൻ സ്വന്തം ഞാൻ കാര്യം മാറും. ഞാൻ തമാശ പറഞ്ഞ ഞാൻ കാര്യം മാറും. കാലുമാരെ കാലി അങ്ങ് അടിച്ചു പോരാണ്ട് വീട്ടിൽ പറയുന്നല്ലേ, ഞാൻ കാര്യം പറഞ്ഞുതരാം. അതെനിക്കും പറയാനുള്ളത്. ശരിയല്ല, നിങ്ങളൊന്നും ശരിയല്ല. ഞാൻ സത്യം പറഞ്ഞോട് ഞാൻ ഒറ്റ വോട്ട് ഞാൻ സ്വതന്ത്രം മത്സരിച്ചാണ്. ഞാൻ പറഞ്ഞ ഒരാള് പിന്തുണമില്ല. ഞാൻ പോയി നമ്മുടെ പാർട്ടിയിലെ അനുഭവത്തിലുള്ള ആളത്തിന് വന്നാണ്. അപ്പൊ നിങ്ങൾ പിന്നെ കുറച്ച് മാന്യത പ്രതീക്ഷിച്ച് ഇതിപ്പോ അങ്ങനെ തിരക്കണ്ടില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കല്ലോ. പിന്നെന്താ സ്വയം പ്രഖ്യാപിത നേതാവ്, സ്വയം പ്രഖ്യാപിത നേതാവ്, നിങ്ങൾ സ്വയം പ്രഖ്യാപിത നേതാവ്, നിങ്ങളൊരു നേതാവ്. മാത്രം പൈസ നിങ്ങൾ പോയിക്കോളി നേതാവ്. ഞങ്ങളെന്താ പുളിങ്കുരു അല്ലേ കൊടുത്തിരുന്നേ? അത് കൊടുക്കണ ഞങ്ങളെ കാര്യം നിങ്ങൾ നേതാവും. നേതാവ് ആ കാര്യമൊക്കെ നിങ്ങൾ തന്നെ ഇരുന്നാ മതി. അല്ല പിന്നെ അത് ഇങ്ങോട്ട് വരും, വടി മാങ്ങക്ക് എറിഞ്ഞ വടി പോലെ കണ്ടു വരും.